അപ്പൊ റോബിന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത്. ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എന്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഛർദിക്കുന്ന വീഡിയോ ഏകദേശം 10-12 മാസം വരെ ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സാധനം എന്നെ കൊണ്ട് ഇടിപ്പിച്ചതും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഇടണം, ഇത് ഇട്ട് നാട്ടുകാരറിയണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച്, ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിൽ വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ്, അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും കരയിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ഛർദിക്കുന്ന വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിന്റെ കരിയറിനെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചെയ്തത് വിവിയുടെ ഒരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റോബിനെ ചാവി ഞാൻ എടുക്കും, അവൻ്റെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട്, പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു ഛർദിക്കുന്ന വീഡിയോ തന്നെ പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തു വിടാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇതെന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അവൻ വീണ്ടും നോവിപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ പ്രൈവറ്റിലിട്ട് വെച്ച കാര്യമാണ്. ഇത് വീണ്ടും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യം. ഏറെ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു 2 മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. കാര്യം നല്ല രീതിയിൽ പോവേണ്ടതായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ റോബിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിലും, അതും രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി, ഇടനിലക്കാരനായിട്ട് നിന്ന ആ ഒരു വ്യക്തി ചെയ്തത്. വേറെ ആരുമല്ല, വിവി ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ്. പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഏകദേശം ഒരു 1.5 ആഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട്. എൻ്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം 3 വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു സുപ്രാത്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു. അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു. എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് ചിന്തു ഇറ്റ്സ് ലൈക്ക് എ പെറ്റ് നെയിം. അപ്പോൾ എൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, വീട്ടിനടുത്തുള്ള ഒരു സുഹൃത്ത്, അവനായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ, അല്ലെങ്കിൽ നിൻ്റെ പേരിൽ ഞാനൊരു ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയും അവൻ പറഞ്ഞ ആ ചാനലോ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും അവനറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ കണ്ടന്റ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാറക്കെട്ടിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ സ്വന്തം ചാനലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഐഫോൺ ആയിരുന്നു. എനിക്ക് 11 Pro Maxും അവന് 12 Pro ആയിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ്റെ ഫോണിന് അത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഇടുന്നതും എല്ലാം ഞാനായിരുന്നു. ആ ഒരു ചാനലിൽ ഏകദേശം 16,000 സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത്